പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. പ്രതികൂല സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എത്ര പരിശ്രമിച്ചാലും ചിലപ്പോൾ ജീവിതത്തിൽ അത്തരം ഘട്ടങ്ങൾ വന്നു ചേരും. അപ്പോൾ അതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഒരു ഡോക്ടർ എത്രമാത്രം ശ്രദ്ധിച്ച് ഓപ്പറേഷൻ നടത്തിയാലും ചെയ്യുന്ന എല്ലാ ഓപ്പറേഷനും വിജയിക്കണമെന്നില്ല. എത്ര സമർത്ഥനായ വക്കീലായാലും എല്ലാ കേസുകളിലും വിജയം നേടാൻ കഴിയില്ല. ചാമ്പനായ കളിക്കാരന് പോലും എല്ലാ കളികളിലും വിജയിക്കണമെന്നില്ല. വാസ്തവ ജീവിതത്തിന് ഉയർച്ച താഴ്ചകളെ ഒരേപോലെ സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധരാകുമ്പോൾ മാത്രമേ ജീവിതത്തിന് പൂർണ്ണതയുണ്ടാകൂ. നമ്മൾ സംസാരം ടേപ്പ് പിടിക്കുന്ന പോലെ നമ്മുടെ കർമ്മങ്ങൾ ടേപ്പ് പിടിക്കുന്നുണ്ട്. അത് തിരിച്ചെന്തായാലും നമ്മളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളും ഓരോന്നും നമ്മുടെ ശ്രദ്ധിച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഒരാളുടെ ജ്യോത്സ്യം നോക്കിയപ്പോൾ ഈ സമയങ്ങളിൽ പന്നിയിൽ നിന്ന് കുത്തുകൊള്ളാനിടയുണ്ട്. പക്ഷേ ജീവഹാനി കാണുന്നില്ല. നിങ്ങൾ മുഴുകി പ്രാർത്ഥിക്കൂ ഈശ്വരങ്ങൾ. അപ്പം ഇത് പേടിയായി പുറത്തോട്ട് പിന്നെ ഇറങ്ങിയതേയില്ല. കെട്ടിടങ്ങൾ കെട്ടി 4ാം നിലയിലാണ് പുള്ളി താമസിച്ചത്. അഥവാ പന്നി കാട്ടിൽ നിന്ന് വന്നാലും മേളിക്കറി വരത്തില്ലല്ലോ എന്ന് വെച്ച് 4ാം നിലയിലാണ് താമസിച്ചത്. പുറത്തോട്ടങ്ങ് ഇറങ്ങാറില്ല. പക്ഷേ ഇദ്ദേഹം എന്തോ കസേരയിൽ നിന്നുകൊണ്ട് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ മുകളിൽ ഷെൽഫിൽ പന്നിയുടെ പ്രതിമയിരുന്നു. പെട്ടെന്നൊരു എലി ചാടി വന്ന് ആ പ്രതിമ മറിഞ്ഞ് പുള്ളിയുടെ തലയിൽ തന്നെ വീണ് തല പൊട്ടി. ഇതുപോലെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല, എവിടെ ഇരുന്നാലും ഉണ്ടാവും. നമുക്ക് പരീക്ഷിത് മഹാരാജാവിന് തന്നെ കഥ അറിയാം. ഇന്നത്തേക്ക് ഇത്രാമത്തെ ദിവസം തക്ഷകൻ ആൾ മരിക്കപ്പെടുമെന്ന് പറഞ്ഞു. അദ്ദേഹം പേടിച്ച് ഓടി കടലിൻ്റെ നടുക്ക് കൊണ്ട് കൊട്ടാരം കെട്ടിയെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഭാഗവതം കേട്ടുകൊണ്ടേയിരുന്നു. ഈശ്വര സ്മരണകൾ തെറ്റ് ചെയ്തതിന് പാശ്ചാത്തപിച്ചിട്ട് ഈശ്വരനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കടത്തേരത്തുകൂടി ഒരു നാരങ്ങ കൊണ്ടുവന്നെന്നും അതിലൊരു പുഴുക്കുത്തുണ്ടായെന്നും ആ പുഴുവിനെ എടുത്തു വെച്ചിട്ടുണ്ട്. നീയാണോ തക്ഷകൻ, നിങ്ങൾ കടിച്ചു കൊന്നരെ എടുത്ത് ഏത്തോട്ട് എടുത്ത് വെച്ച് അതുകൊണ്ട് ചിരിച്ചു. കത്തി മരിച്ചു. പക്ഷെ ഒരു കാര്യം, ഒരു വ്യത്യാസം ഉണ്ടായത്, അദ്ദേഹം ആദ്യം മരണത്തെ പേടിച്ചാണ് ഓടിപ്പോയി ഇതെല്ലാം ചെയ്തത്. പിന്നെ ആത്മാവിന് മരണമില്ല എന്നുള്ള തത്വങ്ങൾ മനസ്സിലാക്കുകയും ചിരിച്ചുകൊണ്ട് എടുത്തു വെച്ചു, ചിരിയോടുകൂടി അതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്വീകരണം വന്നപ്പോൾ അതൊരു സന്തോഷകര ആഹ്ലാദകരമായ കാര്യമാക്കി മാറ്റി. പരീക്ഷത്ത് പ്രയത്നിച്ചുകൊണ്ടാണല്ലോ ആ സ്വീകരിക്കാനുള്ള മനസ്സ് കിട്ടിയത്. ചീത്ത കർമ്മ ചീത്ത ഫലം, നല്ല കർമ്മത്തിൽ നല്ല ഫലം. നമ്മൾ പ്രകൃതിയും മറ്റുള്ളതൊക്കെ ചൂഷണം ചെയ്തു, തെറ്റ് ചെയ്ത ജയിലിൽ കൊണ്ട് പൂട്ടിയിട്ടിരിക്കുന്ന പോലെ നമ്മുടെ മുറിക്കകത്തെല്ലാം നമ്മളെ പൂട്ടിയിട്ടിരിക്കുക. നമ്മൾ സ്വീകരിക്കാൻ രക്ഷയില്ല. നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം കൊണ്ടാണ്. നമ്പറുണ്ട്, പേടിക്കാൻ പാടില്ല. നമ്മൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാക്കിയെടുത്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് മുന്നോട്ട് പോകണമല്ലോ. ഇപ്പം മുറിക്കകത്തിരുന്നിട്ടും കുഞ്ഞുങ്ങളൊക്കെ ടെൻഷനായിട്ട് പിന്നെ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്. നമ്മളെന്തെങ്കിലും 2 പേര് കൂടി ഇരുന്നുകൊണ്ട് കാരൻ കളിയോ ഫോണുണ്ട്, ഇപ്പം എല്ലാം ഉണ്ട്. എന്നാലും അതും മനുഷ്യനെ വല്ലാണ്ടാക്കും, വേറൊരു ഡിപ്രഷനിൽ കൊണ്ടുപോകും. അതിന് മാത്രം ഫോക്കസ് ചെയ്തിരുന്ന വേറെ ഏതെങ്കിലും കളികളോ പുസ്തകം എടുത്ത് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്ത് വായിക്കുകയോ ജപിക്കുകയോ ധ്യാനിക്കുകയോ വ്രതമൊക്കെ എടുത്തിട്ട് ജപിക്കുകയല്ലോ. അങ്ങനെയൊക്കെ പിന്നെ കുട്ടികളുമായിട്ട് എന്തെങ്കിലും നൃത്തങ്ങൾ നോക്കി ചെയ്യുകയോ പഠിച്ച് ചെയ്യുകയോ എന്തെങ്കിലും ഒരു ഉത്സാഹമായിട്ട് എപ്പോഴും ഇരിക്കണം. അപ്പോൾ ബുദ്ധിക്കും ഒരു ഉണർവുണ്ടാകും. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നു, വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമുള്ളപ്പോൾ ഒരു കസേരയിട്ട് ആ ജനലെടുത്തോ ബാൽക്കണിയിലോ പോയിരിക്കണം. 4 മണിക്ക് ശേഷമുള്ള വെയിൽ ഒരു സ്വർണത്തിൻ്റെ അംശമുണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ വെയിൽ കൊള്ളുകയും ഇങ്ങനെ കളിയിലൊക്കെ ഏർപ്പെടുമ്പോൾ ഒരു ഉന്മേഷം മനസ്സിന് കിട്ടും.
ഫ്ലാറ്റിൽ ഒരാൾക്ക് കൊറോണ വന്നാൽ മറ്റുള്ളവർക്ക് അടുത്ത മുറിയിലും ഉള്ളവർക്ക് വരാൻ സാധ്യതയുണ്ട്. ഒത്തിരി ഫ്ലാറ്റുകളുള്ള സ്ഥലത്ത് താമസിക്കുന്നവരാണെങ്കിൽ വരാന്തയിൽ കൂടെ നടക്കുമ്പോൾ ചെരുപ്പിട്ട് തന്നെ നടക്കണം, മാസ്ക് വിടണം. പല മക്കളും പലയിടത്തും ഡിപ്രഷനാകുന്നു, ഉറക്കം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ വിഷമിക്കുന്നു ആയിട്ട് അമ്മ അറിയുന്നു. മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. നമ്മളെല്ലാവരും പ്രയത്നിക്കണം, ഈശ്വരൻ തന്ന കഴിവുണ്ടവൾ പ്രയത്നിക്കണം. പക്ഷെ പ്രയത്നിച്ച് പോകുന്നവർക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മനസ്സിലാകും പ്രയത്നം കൊണ്ട് മാത്രം വിജയിക്കാൻ സാധിക്കില്ല എന്ന്. എവിടെയെങ്കിലും ഒരു നിസ്സഹായത വരും. കൈ പൊക്കി താത്തിട്ട് രണ്ടാമത് പൊക്കാൻ പറ്റുന്നില്ല. പൊക്കണമെങ്കിൽ അവിടെ അനന്തരിക്ക് സിറ്റിയുടെ അനുഗ്രഹം വേണം, അതിനവിടുത്തെ കൃപ വേണം. അവിടെ നമ്മൾ പ്രയത്നം വിടാൻ പാടില്ല. അവിടെ നിന്നാണ് നയിക്കുന്നതെന്നുള്ള ഭാവത്തിൽ കർമ്മങ്ങളും ഓരോന്നും നമ്മുടെ ശ്രദ്ധിച്ച് ചെയ്യുകയാണ് വേണ്ടത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനിവാര്യമാണ്. പ്രശ്നങ്ങൾ തീർന്നിട്ട് പ്രയത്നിക്കാനിരിക്കുന്നത് അറബിക്കടലിലെ തിര അടങ്ങിയിട്ട് കുളിക്കാൻ കാത്തിരിക്കുന്ന പോലെ ഇരിക്കും. രോഗസുഖമായി ഡോക്ടറെ കാണാനിരിക്കുന്ന പോലെയാണ്. ഡോക്ടറെ കൂടെ രോഗസുഖമാവുള്ളൂ. നമ്മെ തന്നെ സ്നേഹിക്കാനും വരുന്നതിനെ സ്വീകരിക്കാനും സഹായിക്കുന്ന വിദ്യയാണ് ആധ്യാത്മം എന്ന് പറയുന്നത്. ആ മനഃശക്തി നമുക്ക് കിട്ടും.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. When you take a vow of silence and when you do it most sincerely,
then you're actually touching the blissful, silent spot within you, the very center of your existence, your true being. When we observe real silence, it's like meditation. That's why Amma always tells people not to speak immediately after meditation, not to eat or not to drink anything or not to engage in unnecessary conversations. Just sit, because that's when the whole thing, the entire benefit of meditation, the moments you spend focusing on God, focusing on your own self, sinks in. You absorb it fully. Conversely, if you immediately go and eat or talk to someone or engage in some gossiping, you will dissipate whatever you have acquired. So even a glimpse of that silence is like the holy Ganges falling straight from Lord Shiva's head onto yours, as Amma says. So the so-called happiness you get from the world and pleasures are nothing compared to that gush of pure bliss. And love makes you silent. Love is bliss. Suppose I want to write a book, or suppose I want to write an article. There is a struggle within, because I have been writing articles, I have been writing books, and I have been composing songs. So when I start, I don't get any idea. It has to be something new. It has to be something impressive. It has to be something Amma-full. So there is, at least for some time, sometimes it lasts for a week, and every time I sit in front of my laptop, I'm not able to write anything. I may write Om Amruteshwariye Namaha, and one day what? Nothing comes. And after a week or so, suddenly it happens. And once it begins, the beginning is always difficult to start, to get that spring within, the wellspring within to open up. Once it opens up, then you don't want any disturbance, even ringing of the phone, knocking on the door, or somebody talking outside. You are absorbed. You have entered a space and you want to remain there. You don't want to come out. That uninterrupted flow like the river. So it happens. However, if you want to be active, see, it's like you are active in the world. If you are working, if you have family responsibilities to discharge, or professional responsibilities to discharge, then you have to work. So that's like your legs. When you lift your right leg, the left leg is firmly grounded. And when you raise your left leg, the right leg is supporting you. Use both legs. Be active, and whenever you want to withdraw, you withdraw into yourself. So neither be a leftist nor a rightist. Be in the middle. Use both your legs. That's mastery, and that should be our goal. Look at Amma. Anyone who does an action in any area of life with love, that's most important. You have to have that capacity to infuse love into everything you do. And then you become a real masterpiece of God. And if there is no love, nothing happens.
You get bored, becomes monotonous, and there is no attraction. And people, will also comment. They will criticize you. So love makes everything beautiful, but at the same time, when you want to be silent, be silent. When you want to be active, but at the same time, the love you feel within, the silence you feel within, you try to infuse your action with that silence. You fill your action with that love, the pure energy of love. So that's the right balance. Then you are in the center. You are neither a leftist nor a rightist. You are a middleist. Amma is with us. Amma's blessing is with us. Amma's grace is with us. And she is there to guide us. Just like a mother guides her child